Assalamualaikum warahmatullahi wabarakatuh, and hello everyone, welcome back to my channel. ഇന്നും നിങ്ങളെ ബോറടിപ്പിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കപ്സയാണ്. നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ഞാനിവിടെ 6 ഗ്ലാസ് അബുക്കാസിൻ്റെ റൈസ് എടുത്ത് കഴുകി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം മാക്സിമം വെള്ളം ഒഴിക്കാൻ പറ്റും അത്രയും വെള്ളം ഒഴിക്കാം, കാരണം ഇത് ഊറ്റി കളയുന്നതുകൊണ്ട് അതൊരിക്കലും ബോദർ ചെയ്യുന്നില്ല നമ്മൾ. ഇനി ഇതിലോട്ട് നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചോറൊന്ന് ഒരു ഹാഫ് വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. നമ്മളിതൊരു ഹാഫ് ബോയിൽ ആകുമ്പോൾ നമ്മളിത് ഊറ്റിയെടുക്കണം. ചിക്കനിൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത്, അതാണ് ഇത്രയും കളറ്. ഇനി നമുക്ക് ക്യാരറ്റ് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ പൊട്ടാറ്റോസ് വെച്ച് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്യുക. പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് കീറിയിട്ടുണ്ട്. അത് പച്ചമുളക് ആഡ് ചെയ്തിട്ട് റൈസ് ആഡ് ചെയ്യുക. റൈസ് ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ മസാല അതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യുക. ഞാനിതിൽ കാണിക്കാൻ മറന്നുപോയി, ചിക്കൻ്റെ സ്റ്റോക്ക് പൊടിച്ച് ചേർക്കണം.
ചിക്കൻ മസാല, ചിക്കൻ സ്റ്റോക്കും ആഡ് ചെയ്യാൻ മറക്കരുത്. ഒരൊറ്റ വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ ചിക്കൻ കപ്സ റെഡി ആയിട്ടുണ്ടാവും. നമ്മുടെ ചിക്കൻ കപ്സ റെഡിയായി. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. അതിനോടൊപ്പം തന്നെ ബാക്കിയുള്ള ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന റൈസും ആഡ് ചെയ്യുക. സോ അവർ ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കപ്സ റെഡി ആയി. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ആക്കുമെന്ന് വിചാരിക്കുന്നു. ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അധികം എരിവൊന്നും ഇഷ്ടമല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ആക്കണം. എല്ലാവരും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതുപുത്തൻ വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയി വരുന്നത് വരേക്കും എല്ലാവരോടും ബൈ.